മോളെ എങ്ങനെയുണ്ടായിരുന്നു മാഡം? മനസ്സ് നിറഞ്ഞു. അമ്മയുടെ മാത്രമല്ല, കണ്ടുനിന്ന എല്ലാവരുടെയും. ഒരുപാട് പേര് മോളെ കാണണമെന്ന് പറയുന്നുണ്ട്. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഫിദ മാഡം എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് തെറ്റിപ്പോയാലോ എന്നൊരു പേടി. നിന്നെ കുറിച്ചുള്ള എന്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ല. കാരണം എന്താ, നിന്റെ അമ്മയല്ലേ ഞാൻ. പോയി ചേഞ്ച് ചെയ്യേ. ഈ കുട്ടികളെ ഒന്ന് നോയിക്കോണേ. പോയിട്ടെ. അയാളതൊന്നും സ്വീകരിക്കില്ല. അയാൾക്ക് സിനിമയൊന്നും ചേരില്ല. എവിടെ ചെന്നാലും ചേച്ചി ഏറ്റവും വലിയ തടസ്സം. മോളെ, ഇന്ദ്രജിത്തിനോട് മറുപടി പറ. പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. സിനിമയിൽ നായികയായി കഴിഞ്ഞ പിന്നെ അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റാ ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നേ? സത്യം. എന്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാള് അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലായോ? ആ അത്യാവശ്യത്തിന്റെ പേരാണ് രാധിക. എനിക്ക് സമ്മതമാണ്. ഞാൻ അഭിനയിക്കാം. സോ നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. എൻ്റെ പുനർജന്മത്തിലെ ഹീറോയിൻ രാധിക. ഓക്കെ? അയ്യോ, എന്താ നീ കാണിക്കുന്നേന്ന്? പ്രിയങ്കേ, കാര്യം എന്താണല്ലേ നിന്നോട് ചോദിച്ചേക്കങ്ങോട്ട്. ഒരാളും എന്റെ അടുത്ത് വരാനും പാടില്ല, ഒന്നും ചോദിക്കാനും പാടില്ല. ഇന്നും എല്ലാം തകർക്കും ഞാൻ.